ഫ്രണ്ട്സ്, ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് ഒഴിഞ്ഞും കൊണ്ട് നമ്മൾ ആദ്യമൊക്കെ വന്ന സ്ഥലം തന്നെയാണ്. നമ്മളവിടെ ഒരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കോഴി ചുടാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റംസ് കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കോഴിക്ക് മസാല ചേർക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരല്പം ഉപ്പ് കൂടണ്ട പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട ഇതൊക്കെ പാടെ ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഓയിൽ വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ പാം ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നാരങ്ങ ഉള്ള 2 പീസ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ നീര് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മൾ ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഇത് നമ്മൾ കോഴിയുടെ പുറത്ത് തേച്ചിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. നന്നായിട്ട് മസാല പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കോഴിയുടെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ കോഴിയുടെ സൈഡ് ലെഗ് പീസൊക്കെ നമ്മൾ നന്നായിട്ട് കത്തി കൊണ്ട് വരഞ്ഞിട്ടുണ്ട്. മസാല അകത്തോട്ട് കയറുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഏകദേശം നമ്മൾ കോഴി മസാല ഒക്കെ പുരട്ടിയിട്ടുണ്ട്. നമ്മളിനി വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് ഒരു 1/4 മണിക്കൂർ നമുക്ക് ഒന്ന് റെസ്റ്റ് വെക്കാം. ഇനി നമ്മൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നത്
നമ്മുടെ സേമിയൻ കൊണ്ടുള്ളൊരു സ്പെഷ്യലാണ്. അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കരുത്. സേമിയ കൊണ്ടൊരു സ്പെഷ്യലാണ്. അത് ഉണ്ടാക്കുന്ന രീതി നമുക്ക് കാണാം. ഇവിടെ ആക്ച്വലി ഞാനിത് സൗണ്ട് കൊടുത്തിട്ടുള്ളത് വോയിസ് ഓവറാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അവിടെ നോയ്സിൻ്റെ പ്രശ്നം കാരണം നമുക്ക് കറക്റ്റ് വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നന്നായിട്ട് ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നത് ഡാൽഡയാണ്. നമ്മൾ നെയ്യ് ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ നെയ്യ് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇനി ഇടുന്നത് നമ്മുടെ ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാപ്സിക്കോ, അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വേവിച്ചെടുക്കുക, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സേമിയൻ വേവുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഏലക്ക, ഗ്രാമ്പു, കറുകപ്പട്ട ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, സേമിയന് മേടിച്ചിട്ടുള്ളത് ആ നീളത്തിലുള്ള ആ സ്റ്റിക്കാണ്. അത് ഒന്ന് പൊടിച്ചിട്ട് ചെറിയ പീസുകളാക്കണം. അതുപോലെ തന്നെ നാരങ്ങയുടെ ഒരു നാരങ്ങ നമ്മൾ 2 പീസാക്കിയിട്ട് അതിൻ്റെ നീര് കൂടി ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേമിയൻ കൂട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുള്ള സേമിയൻ ഇട്ട് കൊടുക്കുക. നമ്മളിതിനകത്ത് ചേർക്കുന്നത് സ്പെഷ്യലായിട്ട് ഒരല്പം ഒരു പാക്കറ്റ് പാൽപ്പൊടി, അതായത് ചെറിയ പാലിൻ്റെ പൊടി പാക്കറ്റ് നമ്മൾ ഇടുന്നുണ്ട്. പാലാണ് ശരിക്കും ഉപയോഗിക്കേണ്ടത്. പാല് നമുക്ക് പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വേവിച്ച് വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റി ക്ലിയർ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞത് അപാര ടേസ്റ്റുള്ള ഒരു സാധനമാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ കോഴിക്കറിയൊക്കെ നമുക്ക് വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. ഏകദേശം നമ്മൾ വെന്ത് ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ കോഴി ചുടുന്നതിനുള്ള നോക്കാം. നമ്മുടെ അടുപ്പ് മാറ്റിയിട്ട് നമ്മൾ വേറെ കുറച്ച് കല്ലുകൾ നമ്മൾ നെറ്റ് വെക്കുന്നതിന് വേണ്ടി നീളത്തിൽ കുറച്ച് കല്ലുകൾ വെക്കുകയാണ്. കോഴി ഏകദേശം 3/4 മണിക്കൂറായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.
പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ച് കൊടുക്കണം. ശരിക്കും കോഴി നമ്മൾ നല്ല തീൻ്റെ കനലൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ കോഴി ശരിക്കും വെന്ത് ക്ലിയറായി കിട്ടും. ഒരു പുറമെ ഏകദേശം വെന്തിങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ കോഴി വൃത്തിയായിട്ട് അതായത് നല്ല ക്ലിയറായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മറ്റേ നമ്മളെ ഈ സേമിയൻ ഈ അറേബ്യൻസൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അവർ പല ഡിഷ് ഇതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് കഴിച്ചു നോക്കാം. നൂഡിൽസൊക്കെ വേറെ ലെവലാണ്, അതിന് അത്രയും ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, ടേസ്റ്റുള്ള സാധനത്തിന് ടേസ്റ്റ് ഉണ്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കോഴി ഉണ്ടോ, കോഴിയുടെ കാലൊക്കെ ഉണ്ടോ, ഇവിടെ പോര് കോഴിയെ ഉണ്ടോ, കോഴിയുടെ കാലൊക്കെ പിടിക്കുമ്പോഴും പോരുകയാണ് കഴിച്ചിട്ട്. പെരും ചൂടാണേ. കോഴിയുടെ മസാല നമ്മളെ ഏകദേശം 3/4 മണിക്കൂർ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഇത് കാണുന്നുണ്ട്. ശരിക്കും ഉപ്പും മുളക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ശരിക്കും തിന്നാൻ കഴിയുന്ന ചൂടുണ്ട്. ഇതിലേ കോഴിയുടെ ഒരു പീസിന് എടുക്കുക, എന്നിട്ട് നമ്മളെ ന്യൂഡിൽസ് രണ്ടും പാടെ അങ്ങനെ നമുക്ക് കൂട്ടിയിട്ട് പിടിക്കുക. അപ്പോൾ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടുതരാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.